ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമുക്കിന്നൊരു ചിക്കൻ സ്റ്റൂ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി 800 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ, ഒരു മീഡിയം വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ, ചിക്കൻ ബ്രസ്റ്റ് ഒന്നല്ല എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഈ മാരിനേഷൻ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ബദാമാണ്. അപ്പം ഞാൻ ഈ ബദാം നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് അതിൻ്റെ തോലൊക്കെ മാറ്റിയെടുത്തതാണ് കേട്ടോ. ഒരു 20ഓളം ബദാം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സ്റ്റൂ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. ഒരു പകുതി മുറി തേങ്ങ എടുത്ത് അതിൻ്റെ പാലെടുത്തിട്ടുള്ളതാണ്. ഒന്നാം പാൽ ഒരു 1/2 ലിറ്ററും ഈ രണ്ടാം പാൽ 1 ലിറ്ററുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ സ്റ്റൂവിൽ കുറച്ച് പണിയുള്ളത് ഈ തേങ്ങ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അതിലായാലും ചെയ്താൽ മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ മാത്രം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ബട്ടർ മാത്രം ഇട്ട് കൊടുത്തിട്ടും തയ്യാറാക്കി എടുക്കാം. ഇപ്പം നമ്മളുടെ എണ്ണയും നെയ്യും കൂടെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക. ഈ പട്ട ചേർത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ഒരു 6 7 ഏലക്കായ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഗ്രാമ്പുവാണ്, ഒരു 6 7 എണ്ണം തന്നെ ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ്. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. കുരുമുളകും കൂടെ ചേർത്തതിന് ശേഷം 2 ബേ ലീഫ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 6 7 വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഒരു 6 7 ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും ഇളക്കണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നാൽ മാത്രം മതി. 2 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവോള മീഡിയം വലിപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. വലിയ സവോളയാണെങ്കിൽ 2 എണ്ണം മതിയാവും കേട്ടോ. ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതും ഒരു 2 മിനിറ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുന്നത് വരയ്ക്ക് മാത്രം ഇളക്കിയാൽ മതി. അതിൻ്റെ കളറൊന്നും മാറി വരണ്ട കേട്ടോ. കളറ് മാറി വരുമ്പോൾ നമ്മുടെ കറിയുടെയും കളറിന് ഡിഫറൻസ് വരുവേ. ഇപ്പം ദാ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ചിക്കനൊക്കെ ഒരു വൈറ്റിഷ് കളറിലേക്ക് വന്ന് തുടങ്ങും കേട്ടോ. ഈ ഒരു പകം ദാ ഇപ്പോൾ കണ്ടോ, ചിക്കന് ചെറുതായിട്ട് വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ചിക്കനും ക്യാരറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 ലിറ്റർ ഉണ്ടായിരുന്നു ഈ 2ാം പാൽ. ഇതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിങ്ങനെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഈ എന്ത് കറിയാണെങ്കിലും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് അടച്ച് വെച്ച് പിന്നെ വേവിക്കുമ്പോൾ ഒന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്സ് വേവിച്ചെടുക്കാം.
നമ്മളിപ്പോൾ ഇവിടെ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് മൂടി ഓപ്പൺ ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഉപ്പ് പോരാതെ വരുവേ. അപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഈ പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് വശമോ അല്ലെങ്കിൽ തവിയുടെ ബാക്ക് വശം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഉടച്ച് മാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ചെറിയ പീസസ് എടുക്കുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനി ഇതിൻ്റെ ഗ്രേവിക്ക് തിക്നെസ്സിന് വേണ്ടിയിട്ട് വേറെ കോൺഫ്ലവറോ ഒന്നും കലക്കി ചേർക്കുന്നില്ല. ഈ പൊട്ടറ്റോ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് ഈ പൊട്ടറ്റോയും ചിക്കനും എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1-2 മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കുതിർത്ത് അരച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ബദാമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് ഇതുപോലെ കുതിർത്തിട്ട് അരച്ച് ചേർക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു നമ്മളുടെ ചിക്കൻ സ്റ്റൂവിന് ഏറ്റവും നല്ലത് ഇതുപോലെ ആൽമണ്ട് ഉണ്ടെങ്കിൽ, അതായത് ബദാം ഉണ്ടെങ്കിൽ അരച്ച് ചേർക്കുന്നതാണ്. അതും കൂടെ ചേർത്തിട്ട് ഈ കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ കറി ഇവിടെ ആ ചേർത്ത് കൊടുത്ത പൊട്ടറ്റോയും അതുപോലെ ബദാം അരച്ചതൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് സമയം നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലാസ്റ്റായിട്ട് ഗരം മസാല പൗഡറാണ്. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് പെപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ, പെപ്പർ പൗഡർ അതായത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒട്ടും തന്നെ കളറൊന്നും മാറാതെ കിട്ടും. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം 1-ാം പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ആ പാല് ചേർത്ത് കൊടുത്ത പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരും. അത്രയും മതിയാവും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് 1-ാം പാലും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള വറവിട്ട് കൊടുക്കാം. വറവിടുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ട് അതൊന്ന് റെഡിഷ് കളറിലേക്ക് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത്. കിസ്മിസ് ഒന്ന് ബോളായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ആ വേപ്പില കൂടി മൂത്ത് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറിയിലേക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം ചെറുതായിട്ട് ലൂസായിട്ട് തോന്നുമെങ്കിലും നമ്മൾ പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായി വരുവേ. ഞാനപ്പോൾ ചിക്കൻ സ്റ്റൂ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.